ഡോക്ടർ ബിനോയ് കൂടെ ചേരുന്നുണ്ട്. ഡോക്ടർ, ഇപ്പോൾ ഗാലറിയിൽ നിന്നും വീണ ഉമാ തോമസ് എംഎൽഎയുടെ ആരോഗ്യനിലയിൽ പുരോഗതി ഉണ്ട് എന്നാണ് നമുക്കറിയാൻ മനസ്സിലാക്കുന്നത്. എന്തൊക്കെയാണ് ഇനിയുള്ള ഒരു ഘട്ടങ്ങൾ കടന്നു പോകേണ്ടി വരിക? എത്രത്തോളം ദിവസമെടുക്കും ഇതിലൊരു മാറ്റം വരാൻ? ആദ്യമായി നമ്മള് ഉമാ തോമസ് എംഎൽഎക്ക് ഉണ്ടായ ദൗർഭാഗ്യകരമായ സംഭവം എങ്ങനെ ഉണ്ടായി, നമുക്ക് എന്തെങ്കിലും വീഴ്ച പറ്റിയിട്ടുണ്ടോ, ഇനി മുന്നോട്ട് എങ്ങനെ പോകാമെന്നീ 3 കാര്യങ്ങളാണ് നമുക്ക് അപഗ്രഥിക്കാനായിട്ടുള്ളത്. എങ്ങനെ സംഭവിച്ചു എന്നുള്ളതിനെ പറ്റി നമുക്കറിയാം. അവിടെ അഡിക്വേറ്റ് ആയിട്ടുള്ള പ്രൊട്ടക്റ്റീവ് മെഷേഴ്സ് ഉണ്ടായിട്ടില്ല. കാരണം ഒരാള് ഇത്രയും വലിയ ഒരു ഫംഗ്ഷൻ നടക്കുമ്പോഴത്തേക്കും അപകട സാധ്യത ഉണ്ടാകാനുള്ളതും മറിഞ്ഞു വീഴാനുള്ള ഒരു സാധ്യത നമ്മൾ മുൻകൂട്ടി കാണാനും ഒരു പ്രൊട്ടക്ഷൻ നമ്മൾ ഉണ്ടായിട്ടില്ല. പിന്നെ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് ചെയ്യേണ്ടതെന്നുള്ളത് അവിടെ കുറച്ച് വീഴ്ചകൾ ഉണ്ടായിട്ടുണ്ട്. ആ വീഴ്ച എന്താന്ന് പറഞ്ഞാൽ, ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഒരു ഇങ്ങനെ സംഭവം ഉണ്ടായാൽ ട്രെയിൻഡ് ആയിട്ടുള്ള ആരെങ്കിലും അവിടെ കാണും. ഒരു ഡോക്ടറോ, ഒരു ട്രെയിൻഡ് നഴ്സോ, ഒരു പാരാമെഡിക്കൽ സ്റ്റാഫോ ആരെങ്കിലും വേദിയിൽ അടുത്ത് എവിടെയെങ്കിലും ഉണ്ടാവും. ഇത്രയും വലിയൊരു ഇവന്റ് നടക്കുമ്പോഴത്തേക്കും നമ്മുടെ ടീമിനെ അവിടെ ഉണ്ടാക്കി വെക്കേണ്ട ഒരു ആവശ്യകത ഉണ്ട്. അവിടെ ഉണ്ടായിരുന്നോ ഇല്ല എന്നുള്ളതിനെ കുറിച്ച് ചർച്ച ചെയ്യാം. അപ്പോൾ അവിടെ ഒരാൾ ഐഡന്റിഫൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ അവർക്ക് അതിന് ടീം ലീഡർ ആകാനുള്ള ഒരു അവസരം കൊടുക്കുക. അവിടെ കണ്ടത് എന്താണ്? 4-5 പേർ ചേർന്ന് രോഗിയെ പൊക്കി എടുത്തുകൊണ്ട് പോകുന്നു. ഒരു ഹൈറ്റിൽ നിന്ന് വീഴുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നങ്ങൾ എന്താന്ന് പറഞ്ഞാൽ, രോഗിക്ക് തല മുതൽ പാദം വരെ അപകടങ്ങൾ ഉണ്ടാകും. തലയ്ക്ക് ക്ഷതമേറ്റിട്ടുണ്ടെങ്കിൽ അത് ഇമ്മീഡിയറ്റ് ആയിട്ട് തന്നെ മരണം സംഭവിക്കാവുന്നതാണ്. പിന്നെ ഉള്ളത് നമ്മൾ നട്ടെല്ലും കശേരിക്കളുമാണ്. നട്ടെല്ലും കശേരിക്കളുടെ ഇടയിലാണ് നമ്മുടെ സൂക്ഷ്മ നാഡി പോകുന്നത്. ആ സൂക്ഷ്മ നാഡിക്കുണ്ടാകുന്ന ഇഞ്ചുറിയാണ് ഭാവിയിൽ രോഗിയുടെ അവസ്ഥയെ തീരുമാനിക്കുന്നത്. അപ്പോൾ ആദ്യത്തെ വീഴ്ചയിൽ ഉണ്ടാകുന്ന ക്ഷതം, ആ ക്ഷതം നമുക്ക് സംഭവിച്ചു പോയി. അത് കൂടുതൽ മോശമാകാതെ രോഗിയെ എത്രയും സേഫ് ആയിട്ടുള്ള ഒരു ആശുപത്രി എൻവയോൺമെന്റിലേക്ക് എങ്ങനെ കൊണ്ടുപോകാം എന്നുള്ളതിനെ പറ്റി സാമാന്യ ജനങ്ങൾ എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതായത് ഒരു തടി കഷ്ണം എങ്ങനെയാണോ നമ്മൾ അനങ്ങാതെ എടുത്തുകൊണ്ട് പോകുന്നത്, അതേപോലെ മാത്രമേ എടുത്തുകൊണ്ട് പോകാൻ പാടുള്ളൂ. തടി കഷ്ണം ഇല്ലെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മൾ ആലോചിക്കണം. അങ്ങനെയാണെങ്കിൽ 2-3 പേർ ചേർന്ന് രോഗിയെ അനങ്ങാതെ പിടിക്കുന്നത്, അതായത് 2 കൈയും 2 കാലും പൊക്കി എടുത്തുകൊണ്ടല്ല പോകേണ്ടത്, കഴുത്ത് സപ്പോർട്ട് ചെയ്തിട്ട് വേണം പോകാൻ. അതായത് നമ്മുടെ ശരീരം അനങ്ങുമ്പോഴത്തേക്കും പൊട്ടിയ കശേരികളിൽ നിന്നുണ്ടാകുന്ന കഷ്ണങ്ങൾ സൂക്ഷ്മ നാഡിയിൽ തൊടാനും അത് കൂടുതൽ ഡാമേജ് ഉണ്ടാകാനും സാധ്യതയുണ്ട്. അത് നമ്മൾ പ്രിവെന്റ് ചെയ്യുന്നതിനുള്ള ഒരു ട്രെയിനിങ് എല്ലാവർക്കും കിട്ടിയിട്ടുണ്ടോ എന്നുള്ളത് നമുക്ക് സംശയമാണ്. അപ്പൊ അതിനുള്ള ഒരു പ്രക്രിയകൾ ഇപ്പൊ ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ചെയ്യുന്നുണ്ട്. ആംബുലൻസ് ഡ്രൈവർമാർക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക്, സ്കൂൾ വിദ്യാർത്ഥികൾക്ക്, ഓട്ടോ ഡ്രൈവർമാർക്ക് എല്ലാവർക്കും ഇത് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ എല്ലാ ജനങ്ങളും അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അത് ഏറ്റവും വലിയ ഇമ്പോർട്ടൻസ് എന്ന് പറഞ്ഞാൽ, ഒരു ട്രെയിൻഡ് ആയിട്ടുള്ള ഒരാൾ അവിടെ ഉണ്ടെങ്കിൽ അവർക്ക് അത് ടീം ലീഡർ ആകാനും അവർ പറയുന്നത് കേൾക്കാനുമുള്ള ഒരു മനസ്സ് നമ്മൾ കാണിക്കും. അത് എല്ലാവരും കൂടെ വന്ന് വീഡിയോ എടുക്കുകയും ഒരു ക്രൗഡ് ഉണ്ടായിരിക്കുകയും അത് അറിയാവുന്ന ഒരാളെ പിന്നെയും നമുക്ക് ബുദ്ധിമുട്ട് ഉണ്ടാക്കാത്ത രീതിയിലുള്ള ഒരു എൻവയോൺമെന്റ് ഉണ്ടായി കൊടുത്തു കഴിഞ്ഞാൽ തന്നെ ഒരു പക്ഷേ നമുക്ക് രോഗിയെ രക്ഷിക്കാൻ സാധിക്കും. ഇനീഷ്യൽ ട്രോമയും പിന്നെ അത് കഴിഞ്ഞുണ്ടാകുന്ന ട്രോമയുമാണ് രോഗിക്ക് കൂടുതൽ ബുദ്ധിമുട്ടുണ്ടാകുന്നത്. ഉമാ തോമസ് മാഡത്തിനാണെങ്കിൽ വാരിയലിന് ക്ഷതമുണ്ടായിട്ടുണ്ട്, നട്ടലിന് ക്ഷതമുണ്ടായിട്ടുണ്ട്. ഞാൻ മനസ്സിലാക്കുന്നത് തിരുവനന്തപുരത്തുള്ള ഡോക്ടറാണ്, കൂടുതൽ അറിയാൻ വയ്യെന്നാൽ പോലും നട്ടലിനുള്ള ക്ഷതം അത് വെന്റിലേറ്ററിൽ മാറിയതിനു ശേഷം മാത്രം കൂടുതലായിട്ട് അവരെ കൈയും കാലും അനക്കുമ്പോഴത്തേക്കും നമുക്ക് എന്തുമാത്രം ഡാമേജ് ഉണ്ടെന്ന് അറിയാൻ പറ്റുള്ളൂ. അപ്പൊ MRI ഒക്കെ എടുത്താൽ അത് കൃത്യമായി അറിയാൻ പറ്റും. പക്ഷെ ഈ അവസരത്തിൽ MRI എടുക്കാൻ സാധിക്കുകയില്ല. കാരണം അവിടെ ബ്ലഡും ക്ലോട്ടും ഒക്കെ ഉണ്ടായിരിക്കുന്നതുകൊണ്ട് നമുക്ക് അതിൽ എഫക്റ്റീവായിട്ട് നമുക്കത് കൂടുതൽ മുന്നോട്ട് പോകാൻ പറ്റില്ല. പക്ഷെ നട്ടലിലുണ്ടായിരിക്കുന്ന ക്ഷതം കൃത്യമായി അത് കൺട്രോൾഡ് ആക്കിയെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായും ഇത്രയധികം ആളുകൾ കൂടിയിരിക്കുന്ന ഒരു സ്ഥലത്ത് മതിയായ ഒരു ആംബുലൻസിന്റെ സൗകര്യം ഇല്ലായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതും വലിയൊരു വീഴ്ച തന്നെയല്ലേ? കാരണം ഇത്രയധികം ആളുകൾ പങ്കെടുക്കുന്ന ഒരു നൃത്ത പരിപാടിയാണെങ്കിൽ പോലും ഇപ്പോൾ ഉമാ തോമസിന്റെ പരിക്ക് മാത്രമല്ല, അവിടെ ആർക്കെങ്കിലും മറ്റേതെങ്കിലും ഒരു കാരണവശാൽ വൈകായിക വന്നാൽ പോലും ചികിത്സയ്ക്കായ മതിയായ സൗകര്യങ്ങൾ അവർ ഒരുക്കിയിരുന്നില്ല. അതൊക്കെ ഗുരുതര വീഴ്ച തന്നെയല്ലേ? അതെ, ഞാൻ അതിനെപ്പറ്റി പറയുമ്പോഴത്തേക്കും നമ്മളിപ്പോ ഈ ഒരു വേദിയല്ല, ഏതൊരു പാർട്ടി സമ്മേളനമാണെങ്കിൽ പോലും 1000 കുറെ അധികം ആൾക്കാർ കൂടുന്ന, അതായത് ഓർഗനൈസ്ഡ് പ്ലാറ്റ്ഫോം ആണെങ്കിൽ നമ്മൾ പോലീസിന്റെ അനുവാദം എടുക്കാറുണ്ടല്ലോ. സ്വാഭാവികമായും പെർമിഷൻ എടുക്കുന്നത് പോലെ ഇതൊരു പ്രോട്ടോകോൾ തന്നെ ഉണ്ടാക്കണം. ഇത്രയും ആൾക്കാർ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം, സ്പോണ്ടേനിയസ് അല്ലാതെ അറേഞ്ച്ഡ് ആയിട്ടുള്ള ഒരു പ്രോഗ്രാം നടക്കുമ്പോഴത്തേക്കും താങ്കൾ പറഞ്ഞതുപോലെ ഒരു പരിക്ക് ഉണ്ടായാൽ അവരെ എങ്ങനെ കൊണ്ടുപോകും? ഇപ്പൊ നമ്മൾ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഒരു ഓംനി വണ്ടിയാണ് സാധാരണ ആംബുലൻസ് തെക്കോട്ടും വടക്കോട്ടും ഓടുന്നത് കാണാം. അതിൽ ആംബുലൻസിൽ ഡ്രൈവർമാരെ എത്രത്തോളം ട്രെയിൻഡ് ആണെന്ന് അറിയത്തില്ല. നല്ല ഒരു ആംബുലൻസ് സർവീസ്, ഒരു മെഡിക്കൽ ടീം അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അതായത് എസ്പെഷ്യലി വെൻ ഇറ്റ്സ് ആൻ ഓർഗനൈസ്ഡ് ഈവന്റ്, ഒരു പാർട്ടി സമ്മേളനം ആയിക്കോട്ടെ, അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു ഫംഗ്ഷൻ ആയിക്കോട്ടെ, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു വലിയൊരു ഫംഗ്ഷൻ ആയിക്കോട്ടെ. ഈ നമ്മൾ കെട്ടുന്ന വേദികൾ പലതും വർഷങ്ങളായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന വേദിയാണ്. അത് കൊളാപ്സ് ചെയ്യാനും ആൾക്കാർക്ക് പരിക്കുണ്ടാകുന്ന സ്ഥലത്ത് നമ്മൾ മുൻകൂട്ടി കാണുകയും ഒരു ആംബുലൻസും
ഡോക്ടർ വേണമെന്ന് ഞാൻ പറയുന്നില്ല, ഒരു പാരാമെഡിക്കൽ ടീം അവിടെ ഉണ്ടായിരിക്കേണ്ടത് അത്യന്താപേക്ഷിതമാണ്. അവിടെ ഉണ്ടായിരുന്നോ ഇല്ലതിനെ പറ്റി എനിക്ക് അറിയത്തില്ല. ഇല്ലായിരുന്നു എന്നാണ് ഇപ്പോൾ റിപ്പോർട്ടുകൾ പറയുന്നത്. ഫയർഫോഴ്സിനെ പോലും അറിയിച്ചിരുന്നില്ലായിരുന്നു എന്നായിരുന്നു അവരുടെ റിപ്പോർട്ടുകൾ ഇപ്പോൾ സമർപ്പിച്ചിരിക്കുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെ ഗുരുതരമായിട്ടുള്ള വീഴ്ച അന്വേഷിക്കുകയാണ്. അതിനിടയിൽ തന്നെ ഇപ്പോൾ വെന്റിലേറ്ററിൽ തുടരുന്ന ഉമാ തോമസിന് എത്ര ദിവസം കൂടി ഈ ഒരു ചികിത്സാ രീതി തുടരേണ്ടി വരും? അത് ഞാനിപ്പോ തിരുവനന്തപുരത്തുള്ള ഒരു ഡോക്ടർ എന്നല്ല അതിനെപ്പറ്റി കൂടുതൽ അറിഞ്ഞൂടാത്തോണ്ട് എന്നാലും പറയാം. നെഞ്ചിന് നമുക്കറിയാം, നെഞ്ചിന് ക്ഷതമേറ്റ് കഴിഞ്ഞാല് അവിടെ ബ്ലഡ് കളക്ട് ചെയ്യും, നമ്മുടെ ശ്വാസകോശത്തിന് പ്രസ് ചെയ്തിരിക്കുകയാണ്. ആ ബ്ലഡ് ലെറ്റ് ഔട്ട് പുറത്തേക്ക് വിട്ടു കഴിഞ്ഞാൽ മനസ്സിലാക്കുന്നത്. അങ്ങനെയാണെങ്കിൽ സ്വാഭാവികമായും ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യും. ചെസ്റ്റ് എക്സ്പാൻഡ് ചെയ്യുമ്പോൾ, ശ്വാസകോശം എക്സ്പാൻഡ് ചെയ്യുമ്പോഴത്തേക്കും രോഗി സ്വന്തമായി ശ്വസിക്കും. അത് നമുക്കിപ്പോൾ അറിയാൻ പറ്റത്തില്ല, കാരണം രോഗി വെന്റിലേറ്ററിലാണെന്നാണ് മനസ്സിലാക്കുന്നത്. മാത്രമല്ല വെന്റിലേറ്റർ ആണെന്ന് മനസ്സിലാക്കുന്നത്. സ്വന്തമായി ശ്വാസം എടുക്കാനുള്ള ഒരു അവസ്ഥ എടുക്കുന്നത് വരെ വെന്റിലേറ്റർ തന്നെ ആയിരിക്കും. എത്ര ദിവസം ഉണ്ടെന്ന് നമുക്കിപ്പോ പറയാൻ പറ്റില്ല. ഡോക്ടർ, സ്വാഭാവികമായും ഈ ഒരു കേസ് മാത്രമല്ല, ഈ മസ്തിഷ്കത്തിലെ പരിക്കുകളൊക്കെ എങ്ങനെയാണ്, അത് പെട്ടെന്ന് തന്നെ ഇത്തരത്തിലൊരു ഇഞ്ചുറിയൊക്കെ സംഭവിക്കുമ്പോൾ അതിനെ എങ്ങനെയാണ് നമ്മൾ ഇപ്പോൾ അവിടെ നിൽക്കുന്ന ആളുകൾക്ക്, ഇപ്പം നേരത്തെ താങ്കൾ സൂചിപ്പിച്ചപ്പോൾ തന്നെ ഡോക്ടർ ഉണ്ടാകണമെന്നില്ല, നേഴ്സ് ഉണ്ടാകണമെന്നില്ല, പക്ഷേ അത്തരത്തിലുള്ള പരിക്കുകൾ പെട്ടെന്ന് തന്നെ നമുക്ക് ഒരു പരിധി വരെയെങ്കിലും തടയാൻ പറ്റുമോ നമുക്ക് ആ ഒരു സ്പോട്ടിൽ വെച്ച് തന്നെ? അത് നമ്മൾ ദൗർഭാഗ്യകരമായ റോഡ് ട്രാഫിക് ആക്സിഡന്റോ അല്ലെങ്കിൽ ഇതുപോലത്തെ ഒരു സ്റ്റാമ്പേഡോ എന്തെങ്കിലും ഉണ്ടാകുകയാണെന്നുണ്ടെങ്കിൽ തലയ്ക്കുണ്ടാകുന്ന ക്ഷതം അത് കൂടുതൽ മോശമാകാതിരിക്കുന്നതിൽ ആശുപത്രി എത്തിച്ചാലേ പറ്റുള്ളൂ. എത്രയും പെട്ടെന്ന് രോഗിയെ ആശുപത്രിയിൽ എത്തിക്കുക എന്നുള്ളതാണ് ചെയ്യേണ്ടത്. പക്ഷെ ട്രാൻസ്പോർട്ട് ചെയ്ത രീതി ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. തലച്ചോറിനുണ്ടാകുന്ന ക്ഷതം അത് ഇമ്മീഡിയറ്റ്ലി അത് ആ സമയത്തുണ്ടാകുന്ന ക്ഷതത്തിന്റെ സിവിയറിറ്റി അനുസരിച്ചാണ് രോഗിയുടെ പ്രോഗ്നോസിസ്. അതായത് ഭയങ്കര ഗുരുതരമായ പരിക്കാണെങ്കിൽ രോഗിക്ക് അപ്പം തന്നെ മരണം സംഭവിക്കാം. ഒരു തലച്ചോറിനകത്ത് രക്തസ്രാവമാണെങ്കിൽ അത് കൂടുതൽ ബ്ലീഡ് ചെയ്ത് പ്രശ്നം ഉണ്ടാവും. അത് ആശുപത്രിയിൽ കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് അത് പ്രിവെന്റ് ചെയ്യാൻ സാധിക്കുകയുള്ളൂ. മറിച്ച് നട്ടലിനോ മറ്റ് ആന്തരിക അവയവങ്ങൾക്കും ഉണ്ടാകുന്ന ക്ഷതമാണെങ്കിൽ രോഗിയെ പരമാവധി അനങ്ങാതെ തടിക്കഷ്ണം എങ്ങനെ ഷിഫ്റ്റ് ചെയ്യുമോ അതേപോലെ ഷിഫ്റ്റ് ചെയ്യുക. അതിന് ട്രെയിൻഡ് പേഴ്സണൽ തന്നെ അത്യാവശ്യമാണ്. ഇല്ലെങ്കിൽ തന്നെ അറിയാവുന്ന ആരെങ്കിലും അവിടെ ഉണ്ടാവും, അവർ പറയുന്നത് കേൾക്കുക. പിന്നെ പോലീസിന് ചെയ്യേണ്ട ഒരു കാര്യമുണ്ട്, ഇവർക്ക് കൊണ്ടുപോകാനുള്ള ഒരു കോർഡൺ ഓഫ് ചെയ്ത് കൊടുക്കുക. അതായത് രോഗിക്ക് എത്രയും പെട്ടെന്ന് ആംബുലൻസ് അല്ലെങ്കിൽ അടുത്ത ആശുപത്രിയിൽ എത്തിക്കാനുള്ള ഒരു സെറ്റപ്പ് ഉണ്ടാക്കി കൊടുക്കേണ്ട ഉത്തരവാദിത്വം പോലീസിനും സംഘാടകർക്കുമാണ്. ഡോക്ടർ, ഒരു കാര്യം കൂടെ, ഇതിപ്പോൾ പൊതുവായിട്ട് സംഭവിക്കുന്നതാണ്. നമുക്കിപ്പോൾ നിരത്തുകളിലൊക്കെ അപകടങ്ങളൊക്കെ ഉണ്ടാകുമ്പോൾ തന്നെ ഇതൊക്കെ തന്നെയാണ് പെട്ടെന്ന് സംഭവിക്കുന്നത്. ആളുകൾ പാനിക് ആവുകയാണ് പെട്ടെന്ന് തന്നെ ചെയ്യുന്നത്. എന്താണ് ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയാൻ പറ്റുന്നില്ല. അപ്പോൾ അതിനൊരു പൊതുവായിട്ടുള്ള ഒരു ക്ലാസ്സുകളൊക്കെ ആളുകൾക്ക് കൊടുക്കേണ്ടതും അത്യാവശ്യമായ ഒരു കാര്യമല്ലേ? തീർച്ചയായും വളരെ നല്ല സജഷനാണ്. ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ ഏകദേശം 110ഓളം ശാഖകളുണ്ട്. 110ഓളം ശാഖകൾ നോഡൽ സെന്റേഴ്സ് തിരുവനന്തപുരം കോഴിക്കോടുമാണ്. അപ്പെക്സ് സെന്റേഴ്സ്. അവിടെ നമ്മൾ എല്ലാ ബ്രാഞ്ചുകളും കൃത്യമായി ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഓട്ടോറിക്ഷ ഡ്രൈവർമാർക്ക്, ആംബുലൻസ് ഡ്രൈവർമാർക്ക്, പിന്നെ സ്കൂൾ അധ്യാപകർക്ക്, സ്കൂൾ കുട്ടികൾക്ക്, കോളേജ് വിദ്യാർത്ഥികൾക്ക്, ബാക്കി എല്ലാ ഒരുമാതിരിപ്പെട്ട എല്ലാ സമൂഹത്തിൽ ഫ്രീ ആയിട്ടുള്ള ഒരു ആൾക്കാരുണ്ടെങ്കിൽ, അതായത് പഠിക്കാൻ താല്പര്യമുള്ള അല്ലെങ്കിൽ ജനങ്ങളുമായി ബന്ധപ്പെടാൻ താല്പര്യമുള്ള ആൾക്കാർ ഉണ്ടെങ്കിൽ അവർക്ക് നമ്മൾ ഈ ട്രെയിനിങ് കൊടുക്കുന്നുണ്ട്. അത് ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട് തീർച്ചയായിട്ടും ഉണ്ട്. അത് കൂടുതൽ ജനങ്ങളിലേക്ക് എത്തിക്കേണ്ടത് ഈ ഒരു സംഭവം നമുക്കൊരു ഇൻഡെക്സ്, ദൗർഭാഗ്യകരമായ ഈ ഒരു സമരം ഇൻഡെക്സ് കേസ് ആയിട്ട് എടുത്തുകൊണ്ട് എല്ലാവരും അറിഞ്ഞിരിക്കേണ്ട കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ അത് ഫസ്റ്റ് എയ്ഡ് കെയർ എങ്ങനെ കൊടുക്കേണ്ടതുണ്ട്. ഇതിന് ഹാർട്ട് അറ്റാക്ക്, ഹാർട്ടിന് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നവരും വരുന്നുണ്ട്, സഡൻ കൊളാപ്സ്. അതിനുമെല്ലാം സാധാരണ ഒരു ജനം അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ. ചോക്കിങ്, അതായത് ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുമ്പോൾ ശ്വാസകോശത്തിനകത്ത് ഭക്ഷണം കയറുക, അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിനെപ്പറ്റി എല്ലാം സാമാന്യ ജനങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ട്രെയിനിങ് ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷൻ നൽകുന്നുണ്ട്. അത് എല്ലാവരും പരമാവധി ഉപയോഗിക്കണം. അതായത് നിങ്ങൾ എല്ലാ കേരളത്തിലും 110ഓളം ശാഖ ഉണ്ടെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് 140 നിയോജക മണ്ഡലങ്ങളുണ്ട്. എല്ലാ നിയോജക മണ്ഡലത്തിലും 2-3 വെച്ച് അല്ലെങ്കിൽ മിനിമം ഒരു ശാഖയെങ്കിലും ഉണ്ടാവും. ആ ശാഖയുമായി ബന്ധപ്പെടുമെന്നുണ്ടെങ്കിൽ തീർച്ചയായും ഡോക്ടർമാർ എല്ലാവർക്കും, ഇപ്പൊ നിങ്ങൾ മാധ്യമ പ്രവർത്തകർക്കാണെങ്കിൽ പോലും പോലീസുകാർക്കാണെങ്കിലും ആർക്ക് വേണമെങ്കിലും ട്രെയിനിങ് നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. അതിനുള്ള ഒരു വേദി ഉണ്ടാക്കി തരികയാണെന്നുണ്ടെങ്കിൽ ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.